യാക്കരുത്. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. ഈ ഇന്ത്യ രാജ്യത്തിന്റെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഫുൾഡോസർ വെച്ച് മുസ്ലിമിന്റെ സ്ഥാപനം തകർത്തു, മുസ്ലിമത്തായവളെ പിടിച്ച് ബലാത്സംഗം ചെയ്തു, മുസ്ലിം ആയതുകൊണ്ടിട്ട് അടിച്ച് ചാവുന്നതുവരെ അടിച്ചു, മുസ്ലിം ആയതിന്റെ പേരിൽ പള്ളികൾ തകർത്തു, മുസ്ലിം ആയതിന്റെ പേരിൽ വീട് പിടിച്ചെടുത്തു. ഈ നിലക്കെല്ലാം ഇന്ത്യ രാജ്യത്തിന്റെ വടക്കൻ സ്റ്റേറ്റുകളിലേക്ക് നമ്മൾ കേൾക്കുമ്പോൾ, മുസ്ലിം ആയതിന്റെ പേരിൽ കൊലപാതകങ്ങൾ അരങ്ങേറുമ്പോൾ, ഈ കേരള സംസ്ഥാനത്ത് എല്ലാം ശ്രദ്ധിച്ചോളത്, കേരള സംസ്ഥാനത്ത് മുസ്ലിം ആയതിന്റെ പേരിൽ ഒരാളെ തല്ലിക്കൊന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. മുസ്ലിമേന്റേതായതുകൊണ്ട് ഒരു സ്ഥാപനം തകർത്തു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. മുസ്ലിം ആയതിന്റെ പേരിൽ അവളെ കൊണ്ട് വ്യഭിചരിച്ചല്ല ബലാത്സംഗം ചെയ്ത് ചുട്ടുവന്നു കേട്ടിട്ടുണ്ടോ? ഇല്ല. സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ മുസ്ലിം ആയതിന്റെ പേരിൽ ഇല്ല. എന്തുകൊണ്ട് കേട്ടില്ല? ഇവിടെ ഇരിക്കുന്ന കുറെ ആൾക്കാർ പറയും, അതേ മുസ്ലിയാരെ, കേൾക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ ശക്തമായ ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത്, അതുകൊണ്ടാണ് ആ സംഭവം ഇവിടെ ഇല്ലാത്തത്. കുറച്ച് ആൾക്കാർ ഞാൻ അംഗീകരിച്ചു. വേറെ കുറച്ച് ആൾക്കാർ പറയും, ബാബാ മുസ്ലിയാരെ, ശക്തമായ ഒരു വലതുപക്ഷം ഇവിടെ ഉണ്ട്, അതുകൊണ്ടിട്ടാണ് മുസ്ലിങ്ങൾക്ക് സുരക്ഷ കിട്ടിയിരിക്കുന്നത്. കുറച്ച് ആൾക്കാർ അത് പറയും. കുറച്ച് ആൾക്കാർ പറയും, ബാബാ മുസ്ലിയാരെ, ഇവിടെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് ശക്തമായ സുരക്ഷ കൊടുക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, അതുകൊണ്ടിട്ടാണ്. അംഗീകരിച്ചു, ഞാനിതെല്ലാം അംഗീകരിച്ചു. തിരിച്ച് നിങ്ങളോടൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഇതിനേക്കാൾ മുസ്ലിങ്ങൾക്ക് സ്വാധീനവും, ഇതിനേക്കാൾ മുസ്ലിങ്ങൾക്ക് അംഗസംഖ്യയും, ഇതിനേക്കാൾ മുസ്ലിങ്ങൾക്ക് സംഘടനയുമുള്ള രാജ്യമല്ലേ കാശ്മീർ? എന്റെ സുഹൃത്ത് ബഹുമാന്യനായ റഹീം ഷഹാജിയുടെ മകൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ കാശ്മീരിലുണ്ട്. ഞാൻ റഹീമൊക്കെ എന്നോട് ഇങ്ങനെ മോൻ കാശ്മീരിലാണെന്ന്, അല്ലോ കശാപ്പ് എടുക്കുന്ന നാടാണല്ലോ ഞാൻ മറുപടി പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയാ, BSNL എഞ്ചിനീയർ ആയിട്ടാണല്ലോ പോയേക്കണ ഉസ്താദെ, അവർക്ക് ചില സ്ഥലങ്ങളിൽ പോകാനുള്ള, ചില നോക്കാൻ വേണ്ടി പോകാനുള്ള അനുവാദമുണ്ട്, അങ്ങനെ ഒരിടത്ത് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരുന്നു. എന്താണ് കാശ്മീരിന്റെ അവസ്ഥ? നിങ്ങൾ പറ. അവിടുത്തെ അത്രയും ഇവിടുത്തെ അത്രയും മുസ്ലിങ്ങളാണ്, കാശ്മീരിലെ അത്രയും മുസ്ലിങ്ങൾ ഇവിടെ ഇല്ലല്ലോ. എന്നാൽ കേരളത്തിൽ ഈ ഒരു അനിശ്ചിതത്വം, ഈ ഒരു അതിക്രമം, ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാത്തതിന്റെ കാരണം അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. എന്ത്? സലാത്ത് പെരുകി നിൽക്കുന്ന ഒരു നാടാണ് കേരളം. ഏറ്റവും കൂടുതൽ നിങ്ങൾ അന്വേഷിച്ചോ, ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ചോ, സർവേ നടത്തിക്കോ. കേരളത്തിലുള്ളതുപോലെ സലാത്തിന്റെ മജ്ലിസ് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇല്ല. കേരളത്തിലുള്ളതുപോലെ മജ്ലിസിൽ സലാത്തിന്റെ ഹൽക്ക ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇല്ല. കേരളത്തിലെ വീടുകളിൽ ഉള്ളതുപോലെ മൗലിദുകൾ നടക്കുന്ന വീടുകൾ ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സ്റ്റേറ്റിലും ഇല്ല. കേരളത്തിലുള്ള മുസ്ലിങ്ങൾ ചെല്ലുന്നത് പോലെ സലാത്തുകൾ ഇതര സംസ്ഥാനങ്ങളിലുള്ള മുസ്ലിങ്ങൾ ചെല്ലുന്നില്ല. നിങ്ങൾക്ക് സുരക്ഷ തന്നത് പൊന്നാർ നബി തങ്ങൾ പറഞ്ഞതനുസരിച്ച് സലാത്ത് കൊണ്ടിട്ടാണ്. സലാത്ത് ചെല്ലാത്തതിന്റെ പേരിൽ കൊലപാതകങ്ങൾ വ്യാപകമാകുമെന്ന് പറഞ്ഞെങ്കിൽ, നിങ്ങൾ അവലിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളെ നടത്തുന്ന സലാത്ത്, നിങ്ങൾ ചെല്ലുന്ന സലാത്ത് നിങ്ങളുടെ മാത്രം രക്ഷയല്ല, നിങ്ങളുടെ രാജ്യത്തിന്റെ രക്ഷയാണ്, നിങ്ങളുടെ സമുദായത്തിന്റെ രക്ഷയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഡെയിലി 100 സലാത്ത് പതിവാക്കുന്ന ശൈലി, ഇവിടെ വാർഷികത്തിന് വരുമ്പോൾ മാത്രം ചെല്ലിയാൽ പോരാ, 100 സലാത്ത് ഡെയിലി പതിവാക്കുന്ന ഒരു ശൈലി. ഞാൻ നിങ്ങളോട് തങ്ങളുടെ ഒരു ഹദീസ് തന്നെ പറയാണ്,